എന്താണ് അച്ചി കാണിക്കുന്നത്? കണ്ടാ മനസ്സിലാവില്ലേ? പുറത്തെവിടെയെങ്കിലും താമസിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ എന്നെ നിർബന്ധിച്ച് ഇവിടെ പിടിച്ച് താമസിപ്പിച്ചു. ഇപ്പൊ എന്റെ തുണി അലക്കാൻ അങ്ങോട്ട് തുടങ്ങിയ ഇവിടെ മറ്റു ജോലിയൊന്നും ഇല്ലാത്ത പോലെ. ഒരാഴ്ചയായി ഡോബി വന്നിട്ട് മറ്റുള്ളവരുടെ തുണികൾ അലക്കാൻ പോയപ്പോ അനിലേട്ടന്റെ തുണികൾ മാത്രം ഇവിടെ ഇട്ടിട്ട് പോവാൻ തോന്നിയില്ല. ഈ അയൺ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങി മറ്റേ കൈയും കൂടി ഞാൻ പൊള്ളിക്കും. നേരത്തെ ഒരു കൈ പൊള്ളിച്ചതുകൊണ്ട് ദുഃഖമില്ലല്ലോ എനിക്ക്. എന്നാലിപ്പോ കൂടുതൽ സന്തോഷിപ്പിക്കുന്നില്ല. അനന്തനുമായി വഴക്കുകൂടിയെന്ന് കുളക്കടവിൽ പറയുന്നത് കേട്ടു. അവന്റെ കരാട്ടെ ഒന്ന് പരീക്ഷിച്ചു നോക്കി. എടാ ഗോപി, അനന്തൻ റൗഡിയാണ്, അവനോട് വഴക്കു കൂടണ്ടായിരുന്നു. എടാ തടിമാടാ, എല്ലാ കാര്യത്തിലും ഈ പെണ്ണെ കഷ്ടപ്പെടുത്താതെ ഈ തുണിയൊന്ന് തേച്ചു കൊടുത്തൂടെ? ഞാൻ എന്തെങ്കിലും സഹായിക്കാൻ ചെന്നാ പോയിരുന്നു പഠിക്കാൻ പറഞ്ഞെന്നെ ഓടിക്കും. ഇങ്ങോട്ടാ? വേണ്ട. കൊണ്ടോ? പോയി കാപ്പി കൊണ്ടോ. അറിഞ്ഞോ, അനിലമ്മാവൻ നമ്മളെല്ലാം വിട്ടിട്ട് പോവുകയാണ്. ഞാൻ ട്രെയിനിങ് എടുക്കുന്ന കമ്പനിയിലെ ഓവർസിയർ ഒരു ഉപകാരം ചെയ്തു. HNC കൺസ്ട്രക്ഷൻ കമ്പനി കുറെ ജോലിക്കാരെ സൗദി അറേബ്യയിലേക്ക് അയക്കുന്നു. എന്നെ കൂടെ വിടാമെന്ന് സമ്മതിച്ചു. അങ്ങനെ അനിലമ്മാവൻ അക്കരയ്ക്ക് പോകുന്നു. നല്ലതാണ്. ഈ നാട്ടിൽ കിടന്നാൽ എന്ത് ഗതി പിടിക്കാനാ? എപ്പോഴാണ് പോവുക? നാളെ ആദ്യ രാവിലെ ഞാൻ വണ്ടൻമേടിന് പോകും. ചില കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്തിക്കൊണ്ട് എത്രയും വേഗം ബോംബെയിലെത്തണം. പോയാൽ എന്ന് വരും? ആച്ചിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാനായിരിക്കും ഞാൻ വരുന്നത്. അധികം താമസിയാതെ വരേണ്ടി വരും. ഞാൻ എന്റെ പയ്യനെ തിരക്കുന്നുണ്ട്. ഓഹോ, എന്റെ ഒരു സമ്മാനം, ഒരു സാരി. കല്യാണത്തിനുള്ളതല്ല, ആച്ചി സാരി ഉടുത്ത് കണ്ടിട്ട് വേണം എനിക്ക് പോകാൻ. അനിലമ്മാവൻ ഇനി വരുന്നത് വണ്ടംമേട്ടി ബംഗ്ലാവ് പണിയാനായിരിക്കും. 7 കൊല്ലത്തെ കോൺട്രാക്റ്റാണ്. കൂടെ കൂടെ വന്നു പോകാതെ ഒരു സൗകര്യം ഉണ്ടാക്കിക്കൊണ്ട് 7 കൊല്ലം പൂർത്തിയാക്കണമെന്നാണ് എന്റെ ആശ. മറിച്ചൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് അകത്തേക്കിരിക്കാം. അനിലിന്റെ കൂടെ ഇനി എന്നാണ് ഒരു രാത്രി കഴിയുക? ഗോപി, അമ്മാവനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ആച്ചിയെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കരുത്. അവളെ ഒരിക്കലും ഒരു വേലക്കാരുടെ തട്ടിലേക്ക് താഴ്ത്തരുത്. എന്റെ ചേച്ചി സ്നേഹിച്ചതുപോലെ നീ അവളെയും സ്നേഹിക്കണം. അമ്മാവൻ അത് ഓർമ്മിപ്പിക്കണം. ദേ, ആച്ചി സാരി എടുത്ത് കണ്ടിട്ട് പോണം. അച്ഛമ്മേ, ദാ ഇവിടെ കീറിപ്പോയി, വേഗം തുന്നിത്ത. എനിക്കിപ്പോ നേരമില്ല. വേറെ പാൻസ് ഇല്ലേ? ഇസ്ത്രീട്ടൊന്നുമില്ല. എന്നാ കീറിയതന്നെ ഇട്ടോണ്ട് പോയി. നിനക്കല്ലെങ്കിൽ തയ്ച്ചുകൂടെ? തൊട്ടതല്ല അവളുടെ കൈ ചെല്ലണമെന്ന് വെച്ചാ അതിനേക്ക് തുന്നറിയാൻ പാടില്ല അച്ഛാ. ഓ പ്ലീസ്, ഒന്നും തുന്നിതാ പ്ലീസ്. ഗോപിക്ക് പണ്ടേ ഉള്ളതാ ഈ സൂക്കേട്. ധൃതിയായി ജോലി ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരും. എന്റെ പൊന്ന അച്ഛമ്മേ, ഇനി മേലാൽ ഞാൻ തനിച്ച് തയ്ച്ചോളാം. ഒരു ഉദ്യോഗം കിട്ടിയ മുറയ്ക്ക് നല്ലപോലെ ഡ്രസ് ചെയ്ത് ഓഫീസിൽ ചെല്ലണ്ടേ? കൊണ്ടുപോ. താങ്ക്സ് അച്ഛമ്മേ. അച്ഛാ, അച്ഛൻ മുറി വരെ ഒന്ന് വന്നിട്ട് പോണേ. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഒന്ന് വന്നിട്ട് പോയാ മതി. എന്താ മോളെ? ഈ പാന്റ് ഷർട്ട് ഒന്ന് മാറ്റി ഇതിടണം. ഇതങ്ങ് മുഷിഞ്ഞു. 2-3 ദിവസമായെന്ന് തോന്നുന്നു.
ഇതിനാണോ നീ വലിയ കാര്യമായിട്ട് വിളിച്ചത്? ഇതൊക്കെ മതിയടി. പോരാ, ഞാനിവിടെ അലക്കി തേച്ച് വെച്ചിട്ടുണ്ടല്ലോ. മോൾ ഇന്ന് വൈകിട്ട് ഒന്ന് കുളിച്ചൊരുങ്ങി നിൽക്കണം. ഞാൻ എന്നും കുളിക്കുമല്ലോ. ഇന്ന് കുറച്ച് നേരത്തെ വേണം. 2-3 പേർക്ക് കാപ്പിയും തയ്യാറാക്കണം. നമ്മുടെ കുര്യൻ നിന്നെ കാണാൻ ഒരു പയ്യനെ കൊണ്ടുവരുന്നുണ്ട്. നിന്നെ ഒരുക്കി നിർത്തേണ്ടവൾ പോയില്ലേ? മോൾ ഒരുങ്ങി നിൽക്കുമോ? അച്ഛാ, ഞാൻ അനുസരണക്കേട് പറയുകയാണെന്ന് വിചാരിക്കരുത്. എനിക്കിപ്പോൾ വിവാഹം വേണ്ട. ഞാൻ വിവാഹവും കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ അച്ഛന്റെയും ഗോപിയുടെയും കാര്യങ്ങൾ നോക്കാൻ ആരുണ്ട്? എന്ന് വെച്ച് നിന്നെ എവിടെ ഇങ്ങനെ നിർത്തിയേക്കാൻ പറ്റൂ? ഗോപിക്ക് ജോലിയായല്ലോ. നല്ലൊരു വിവാഹം കിട്ടാൻ ഒരു പ്രയാസവും. ഗോപി ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ആളായി. അതൊക്കെ അതിന്റെ വഴിപോലെ നടക്കും. ഇത് ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗമുള്ള ഒരു പയ്യനാ. നല്ല ശമ്പളം. കുര്യച്ചന്റെ ആലോചനയാ. അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടാൽ ഈ വിവാഹം നടത്തണം. എന്റെ തീരുമാനമാണ്. അച്ഛൻ തീരുമാനിക്കുന്നതിന് ഒരിക്കലും ഞാൻ എതിര് പറയില്ല. അപ്പൂപ്പൻ. ആഹാ, ഇതെന്താണ്? ഇത് കുറച്ച് നല്ല ശർക്കര. ഇന്ന് നമുക്കൊരു പായസം കൂടെ വെക്കണ്ടേ? ഇന്ന് എന്താണ് അപ്പൂപ്പ വിശേഷം? നിന്നെ പെണ്ണ് കാണാൻ വരുന്ന വിവരം ഞാൻ അമ്മാവന് എഴുതിയിരുന്നു. സമയം ഉണ്ടായിട്ടല്ല. മാലതി ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ വരണ്ടേ? അതിനുണ്ടെ അവനെ വിടാമായിരുന്നു. അവൻ പോയിട്ട് വർഷം 1 കഴിഞ്ഞു. 3 മാസമായിട്ട് എഴുത്തുമില്ല. അമ്മ, ഞാൻ ഓഫീസിൽ പോവാണ്. കഴിയുന്നതും വേഗം വരാം. അപ്പൂപ്പൻ ഇരിക്കെ, ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം. വേണ്ട, എന്തൊക്കെ നീ കാണിക്കുന്നത്? ഇന്ന് ഈ ജോലികളൊക്കെ ഞാൻ ചെയ്തോളാം. വേണ്ട അപ്പൂപ്പ, ഞാൻ ചെയ്തോളാം. എനിക്കിതൊക്കെ നല്ല പരിചയമാണ് കുഞ്ഞെ. അനിലിന്റെ അമ്മ മരിച്ചേ പിന്നെ അടുക്കള ജോലിയെല്ലാം ചെയ്യുന്നത് ഞാനല്ലേ. ഇനി അവനൊരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് അടുക്കളക്കാരി അങ്ങോട്ട് ഏൽപ്പിക്കാന്ന് വെച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. അവൻ വല്ല നഴ്സിനെയോ അറബിയുടെ ആയയൊക്കെ കൊണ്ടായിരിക്കും വരുന്നത്. വയസ്സുകാലത്ത് ഇങ്ങോട്ട് നോക്ക്, എനിക്ക് കുപ്പിപ്പാല് തന്നിട്ട് വല്ല കാര്യമുണ്ടോ മോളെ? ആച്ചേമേ, ഗോപി, നീ ഇന്നും ഇവിടെ കൊണ്ട് ജോലി ചെയ്യിക്കുകയാണോ? ഞാനെല്ലാം ഒരുക്കാന്ന് പറഞ്ഞിട്ടും സമ്മതിച്ചില്ല അപ്പൂപ്പ. ആ, എന്താലേ അപ്പൂപ്പൻ ഈ തമ്പ്ളാറിലൊക്കെ പായസം ഒഴിച്ചു വയ്ക്കാം. എന്റെ മോള് പോയി മോഹം കഴുകി അമർത്തി തുടച്ച് കുറച്ച് പൗഡറും ഇട്ട് കണ്ണു എഴുതി പൊട്ടും തൊട്ടോണ്ട് വാ. എന്നിട്ട് നീ ഇത് എടുത്തോണ്ട് നിലത്ത് നോക്കി ചങ്കിച്ച് ചെറുക്കന്റെ മുന്നിലോട്ട് എന്റെ മകളായിരുന്നു ഈ കൊച്ചിനെ ഒരുക്കി ഇറക്കി പെണ്ണ് കാണാൻ കൊണ്ട് നിർത്തേണ്ടിയിരുന്നത്. അവള് ചെയ്യേണ്ടത് അവളുടെ അച്ഛൻ ചെയ്യുന്നു. അതാണ് അതിന്റെ മുറത്ത് വയ്ക്കുമ്പോളെ. ഓണം കിട്ടു കുഞ്ഞെ, പെണ്ണിനെ ശരിക്കും കണ്ടുകൊള്ളണം. ഇവിടെ കുഴപ്പമൊന്നും പറ്റാനില്ല കുര്യച്ച. അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നേ ഉള്ളൂ എന്ന് മാത്രമല്ല, എന്റെ സർവസ്വമാണ് ആച്ചി. ആച്ചിന്ന് വിളിക്കുന്നെങ്കിലും അശ്വതി എന്നാണ് പേര്. എനിക്കും ആണായിട്ട് ഇവൻ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ഗോവിന്ദൻകുട്ടിയുടെ അച്ഛനോട് പറയുകയാണ്. നിങ്ങളുടെ തറവാട്ടിൽ ഒരു കിടാവളക്കായിരിക്കും ഇവൾ. നല്ലൊരു പെണ്ണായിരിക്കണമെന്ന് നോട്ടമേ എനിക്കുള്ളൂ. ഇവന്റെ ഉദ്യോഗം വെച്ച് നോക്കിയാൽ നല്ലൊരു പോക്കറ്റ് മണിയും ഒരു പുതിയ ഫിയറ്റ് കാറും കിട്ടും. ഇലക്ട്രിസിറ്റി ബോർഡിലാണ് പയ്യന് ജോലി. ഇപ്പോൾ 1150 രൂപ ശമ്പളമുണ്ട്. അതെന്താണോ താൻ കുറച്ച് പറഞ്ഞു കളഞ്ഞത്? ഇവർ പണിമുടക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയല്ലേ. ഒത്തുതീർപ്പാകുമ്പോൾ 50 രൂപ കൂടുതൽ കിട്ടും. അങ്ങനെ ആയാലും 1200 ആകുമല്ലോ. അയ്യോ, അത് നേരാ. അത് ഞാൻ വിട്ടുപോയി. പണിമുടക്ക് വാശിയും കൂടെ ചേർത്താണല്ലോ താൻ തുക പറയുന്നത്. ശരിയായി. ഗോവിന്ദൻകുട്ടിക്ക് പെൺകുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. അതാണല്ലോ ഇപ്പോഴത്തെ മുറ. ആ നീ അപ്പുറത്തേക്കല്ലേ.
പായസം എടുത്ത് കഴിച്ചാട്ടെ. ഞാൻ വണ്ടംപേട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശർക്കരയാ. എത്ര ക്ലാസ് പഠിച്ചു? പ്രീ ഡിഗ്രി വരെ. ക്ലാസ് ഉണ്ടായിരുന്നു? ക്ലാസും റാങ്കും ഉണ്ടായിരുന്നു. തുടർന്ന് പഠിക്കാത്തെന്ത്? അമ്മയുടെ രോഗവും മരണവും. ഇനി വേണമെങ്കിലും പ്രൈവറ്റ് ആയത് ഡിഗ്രി എടുക്കാം. വിവാഹം ഒരു തടസ്സമല്ല. എനിക്ക് അശ്വതി ഇഷ്ടപ്പെട്ടു. എന്നെ ഇഷ്ടമായോ എന്നാണ് അറിയേണ്ടത്. തുറന്നു പറയണം. അച്ഛനും മറ്റും തീരുമാനിക്കുന്നത് പോലെ. അനുസരണയുള്ള പെൺകുട്ടികൾ ഇങ്ങനെയാണ്. അശ്വതിക്ക് സമ്മതമാണോ? അങ്ങനെയായിരുന്നു എന്റെ വിവാഹം. അപ്പോ നമുക്ക് മേഡം നിങ്ങളുടെ സൗകര്യം. ഞങ്ങൾക്ക് അസൗകര്യമൊന്നുമില്ല. ഗോവിന്ദൻകുട്ടിക്ക് തൃപ്തിയാണെന്ന് മോഹൻ കണ്ടാലേ അറിയാം. എടാ മോനെ, മേഡം 15 തന്നെ ഉറപ്പിക്കുക. സമരം അതിനു മുമ്പ് തുടങ്ങുമെന്ന് സംശയമുണ്ട്. കല്യാണം കഴിഞ്ഞ് സമരം തുടങ്ങും. അച്ഛനെന്താ താമസിച്ചത്? ക്ഷണക്കത്ത് കഴിക്കാൻ പ്രസ്സിൽ കൊടുത്തു. ഗോപി അവിടെ നിർത്തിയിട്ട് ഞാൻ മാർക്കറ്റിലേക്ക് പോയി. എല്ലാം വാങ്ങിയിട്ടുണ്ടോന്ന് നോക്കണം മോളെ. പലവിധ ആലോചനകളായിരുന്നു. വല്ലതും വാങ്ങാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നാളെ വാങ്ങാലോ. ആ, അനിലേട്ടന് കത്തയച്ചോ? ഓ, ഞാനങ്ങ് മറന്നു. നാളെ എഴുതാം. ഗോവിന്ദൻകുട്ടി ഒരു ഇരിക്കൂ. നിങ്ങളൊരു മാന്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്താ ഗോവിന്ദൻകുട്ടി, കാര്യം എന്താണെന്ന് പറയൂ. ഈ പെൺകുട്ടി നിങ്ങൾ ആരാണ്? എന്റെ മകൾ. അങ്ങനെ പറഞ്ഞ് എന്നെ എന്റെ കുടുംബത്തെയും ചതിക്കാമെന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് അനന്തം പറഞ്ഞ് സത്യം അറിഞ്ഞു. 15 വർഷങ്ങൾക്ക് മുമ്പ് കല്ലുമടയിലെ അപകടത്തിൽ മരിച്ച ഗോവിന്ദന്റെയും ഭവാനിയുടെയും മകളിലെ ഇവൾ. താണജാതിയിൽപ്പെട്ട ഒരുവൾ. എന്റെ മകളെ പോലെയാണ് അച്ഛയെ വളർത്തുന്നത്. പോലെ വളർത്തിയാൽ മകളാകുമോ മിസ്റ്റർ? ഇത്തരം ചതിവ് മറ്റാരോടും ചെയ്യരുത്. ഭാഗ്യത്തിന് വിവാഹം നടന്നില്ല. ഇനി അതിന് ഒരുങ്ങിയിരിക്കുകയും വേണ്ട. ഞാനൊരു തറവാട്ടുകാരനാണ്. അച്ഛൻ എന്തിനാണ് ദുഃഖിക്കുന്നത്? അയാൾ അയാളുടെ പോക്കിന് പോട്ടെ. ആരെന്തു പറഞ്ഞാലും അച്ഛൻ എന്റെ അച്ഛനല്ലാതെ വരുമോ? ഞാൻ ജനിച്ചത് തൊഴിലാളികളായ ഗോവിന്ദന്റെയും ഭവാനിയുടെയും മകളായിട്ടാണ്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. ഞാൻ വളർന്നത് ശ്രീനിവാസന്റെയും മാലതിയുടെയും മകളായിട്ടാണ്. അതിലെനിക്ക് ഏറെ അഭിമാനമുണ്ട്. അച്ഛൻ വന്ന് ഊണ് കഴിക്കൂ. ഗോവിന്ദൻകുട്ടി ഇവിടെ വന്നിട്ടല്ലേ പോയത്? ഞാൻ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ പോയി. അദ്ദേഹം ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയിട്ട് പോയതാ. അച്ഛൻ എന്റെ അച്ഛനല്ലെന്ന്. അച്ഛാ, ഈ വിവാഹം മുടങ്ങിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഓഹോ, അങ്ങനെയാണല്ലേ സംഗതികളുടെ കിടപ്പ്. സാരമില്ല അച്ഛൻ, ആച്ചി ഭാഗ്യം ചെയ്തോളാൻ. ഇവിടം കൊണ്ട് അവസാനിച്ചല്ലോ. അവന് ഒരു നല്ല പെണ്ണിനെ ഭാര്യയെ ലഭിക്കാനുള്ള ഭാഗ്യമില്ലാതെ പോയി. അച്ഛാ, അച്ഛൻ എന്തിനാണ് ഈ മൗനവും ആലോചനയും? കല്യാണം മുടങ്ങിയതിൽ എനിക്കൊരു ദുഃഖവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നേരത്തെ വരണേ. പോലെ വളർത്തിയാൽ മകളാകുമോ മിസ്റ്റർ? ഇത്തരം ചതിവ് മറ്റാരോടും ചെയ്യരുത്. ഭാഗ്യത്തിന് വിവാഹം നടന്നില്ല. ഇനി അതിന് ഒരുങ്ങിയിരിക്കുകയും വേണ്ട.